ഒരു മുരടിപ്പ് പോലത്തെ ഒരു അസുഖം വന്ന് കിട്ടില്ല. ഒരു 2 സ്പൂണ് ചാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തണലുള്ള സ്ഥലത്തേക്കാണ് മാറ്റി വെക്കുക. നമുക്ക് മുളക് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മുളക് ചെടികൾ കിട്ടും. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും വീട്ടിൽ പച്ചമുളക് കൃഷി ചെയ്യല്ലോ. അപ്പോൾ പച്ചമുളക് കൃഷിയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് കായ്ഫലം കിട്ടുന്ന ഒരു കൃഷിയാണ് പച്ചമുളക്. അയച്ചാൽ നമ്മൾ വിത്ത് മുളപ്പിച്ച് നട്ട് കഴിഞ്ഞാൽ തന്നെ 1 മാസം കൊണ്ട് തന്നെ അതിൽ നിന്ന് പച്ചമുളക് നമ്മൾ നല്ല രീതിയിൽ നോക്കുക എന്നുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പച്ചമുളക് വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ വരുന്ന ചില അസുഖങ്ങളുണ്ട്. അപ്പോൾ പച്ചമുളക് പെട്ടെന്ന് തന്നെ പൂവിടും. അപ്പോൾ പൂവിട്ട് കഴിഞ്ഞാൽ ആ പൂവ് കൊഴിഞ്ഞു പോകും. അതേപോലെ എല്ലാ പൂക്കളും കായാവാതിരിക്കുക, അതേപോലെ ഇലകൾക്ക് വരുന്ന ഒരു മുരടിപ്പ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ പച്ചമുളകിന് വേഗം വരാം. അപ്പോൾ നമുക്ക് പൂവിടുന്ന എല്ലാ പൂവും പച്ചമുളകായി നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഇലകളിലുള്ള ഈ മുരടിപ്പ് മാറാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് നല്ലൊരു കീടനാശിനി ആയിട്ടും അതേപോലെ വളമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, പച്ചമുളക് നല്ല രീതിയിൽ തന്നെ പൂവിട്ടിട്ടുണ്ട്. എല്ലാ ചെടികളിലും നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. പക്ഷെ ഇലകളിലൊക്കെ കണ്ടില്ലേ ഒരു മുരടിപ്പ് പോലത്തെ ഒരു അസുഖം വന്ന് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ പൂവുകളും കായാവാതെ ഇതുപോലെ കൊഴിഞ്ഞു കിടക്കുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ രോഗങ്ങൾക്കാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കീടനാശിനിയും വളം കൂടി ആയിട്ടുള്ള ഈ ഒരു വളം നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകും. അപ്പോൾ ഈ വളം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നല്ല 2-3 ദിവസം പുളിപ്പിച്ച് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. പിന്നെ അല്പം ചാരം. അപ്പോൾ ചാരം നമുക്ക് വിറക് കത്തിച്ച ചാരം എടുക്കുന്നതാണ് നല്ലത്. ഇനി അത് കിട്ടാനില്ലെങ്കിൽ നമുക്ക് കരിയില കത്തിച്ചിട്ടുള്ള ചാരവും നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് നാടൻ മഞ്ഞൾപ്പൊടി എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി എടുക്കുന്നതാണ് നല്ലത്. പാക്കറ്റ് മഞ്ഞൾപ്പൊടിയിലൊക്കെ കെമിക്കൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാടൻ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് 1 ലിറ്റർ എന്നുള്ളൊരു ലെവലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ലിറ്റർ 3 ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഈ 1 ലിറ്ററിൻ്റെ കണക്കാട്ടോ ഞാൻ പറയുന്നത്. അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചാര ഉണ്ടല്ലോ, ഈ ചാര അതേപോലെ ഒരു 2 സ്പൂണ് ചാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 1 ദിവസം വെക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ 1 ദിവസം വെക്കാൻ ഇനിയിപ്പോൾ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക. അപ്പം നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷമാണ് നമ്മളിത് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇത് മാറ്റി വെക്കേണ്ടത് നമ്മളൊരു തണലുള്ള സ്ഥലത്തേക്കാണ് മാറ്റി വെക്കേണ്ടത്. അതുപോലെ ഇത് മൂടി വെക്കണം എന്നൊന്നുമില്ല, മൂടി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഒരു മാക്സിമം 1 ദിവസം തന്നെ നമ്മൾ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതിന് സമയമില്ലെങ്കിൽ മാത്രം നമ്മൾ ഒരു 6 മണിക്കൂറൊക്കെ അത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഈ വളം നമ്മൾ 1 ദിവസം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് മുളക് ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാം. അപ്പോൾ ഇലകളിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പ്രേയറിലാക്കുമ്പോൾ നല്ല രീതിയിൽ അരിച്ചെടുക്കണം. കാരണം നമ്മൾ ചാരം ഇട്ടത് കൊണ്ട് ചാരത്തിൻ്റെ പൊടികളോ കാര്യങ്ങളോ സ്പ്രേയറിൽ ബ്ലോക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം ഇതേപോലെ സ്പ്രേയറിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്ക് ഇലകളിലൊക്കെ ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 വട്ടമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെടികളൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂവിട്ട് നമുക്ക് പച്ചമുളക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്